കേറ്ററ്റ് പരീക്ഷാകാലമാണല്ലേ. അപ്പോൾ കേറ്ററ്റിൻ്റെ റെഗുലർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പരീക്ഷ ഉണ്ടാകുമെന്നതിൻ്റെ അറിയിപ്പ് ലഭിച്ചു. ഇനിയുള്ള ടൈം എന്താണ്? നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആവശ്യമാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം റെഗുലർ കേറ്ററ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് സ്പെഷ്യൽ കേറ്ററ്റ് എക്സാമിനേഷൻ വരുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യാം. ഏതായാലും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വളരെയധികം അത്യാവശ്യമാണ്. കേറ്ററ്റ് എക്സാമിനേഷൻ നമുക്കറിയാലോ, വർഷത്തിൽ 2 തവണ മാത്രമേ കണ്ടക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു തവണ നമ്മുടെ അവസരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും 6 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കാത്തിരുന്ന ഏതെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷനുകളോ അല്ലെങ്കിൽ NCL നോട്ടിഫിക്കേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു ദുഃഖവും ഉണ്ടാകും. ഒരിക്കലും അത്തരത്തിലുള്ള ദുഃഖത്തിലേക്ക് ആരും പോകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഈ വരുന്ന പരീക്ഷ തന്നെ എഴുതിയെടുക്കും എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടി തന്നെ പഠിച്ചു തുടങ്ങാം. പുതിയ വർഷം തുടങ്ങുമല്ലേ, നമുക്ക് ആ ഒരു ആദ്യം തന്നെ സെറ്റ് ചെയ്യാം. കേറ്ററ്റ് എക്സാമിനേഷൻ പാസ്സാകും. ആ ഒരു കാര്യം വെറുതെ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളും തുടങ്ങണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ടീം I+ റെഡിയാണ്. I+ൻ്റെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് കേട്ടിട്ട് നേടിത്തരാനായിട്ട് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൂടെ തന്നെയുണ്ട്. നമ്മുടെ ചാനലിലാണെങ്കിലും ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം എന്താണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതുപോലെ മെയിൻ ടോപ്പിക്സും. ഇനി നിങ്ങൾക്ക് അത് പോരാ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഒരു മെൻറ്റർ കൂടെ വേണം, അക്കാദമിക് കൗൺസിലർ വേണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളും എല്ലാ കാറ്റഗറീസിലുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കാണുന്നവർക്ക് അറിയാം, പരീക്ഷാ പേപ്പറിൽ ഇതേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എത്രമാത്രം നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്നും. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും ഇതൊരു നല്ല തുടക്കമാവട്ടെ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒരു കാരണവശാലും പരീക്ഷ അടുത്തു, എനിക്ക് സമയമില്ല എന്ന് ചിന്തിച്ചിരിക്കൽ. ആ ചുരുങ്ങിയ സമയം ഏറ്റവും ബുദ്ധിപൂർവ്വം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഈ എക്സാം തന്നെ എല്ലാവർക്കും പാസ്സാവാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു ഓൾ.